ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് ജബൽ ഹഫീത്ത് മലയിലേക്കുള്ള ഒരു വാക്കത്തോണിലേക്കാണ്. ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഗ്രീൻ മുബാസറ പാർക്കിങ്ങിലാണ്. നിങ്ങൾക്കറിയാം, ഇത് ഹോഴ്സ് റൈഡിങ്ങിനുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ തികച്ചും ഫ്രീ ആണ് പാർക്കിങ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും 7:45 നമ്മുടെ വാക്കത്തോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. V1 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നയിക്കുന്ന വാക്കത്തോണാണ്. ഡോക്ടർ ഷാഹുൽ ഹമീദ് അതുപോലെ ഒത്തിരി പേര് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം വന്നപ്പോഴത്തേക്കും വാക്കത്തോൺ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. കാരണം വൈഫിനെ ഡ്യൂട്ടിയിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തതിന് ശേഷമാണ് വന്നത്. ഇപ്പോൾ ഇവിടെ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാവരും കുറച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ നിന്ന് മുന്നോട്ട് നടന്ന ഏകദേശം 1000 സ്റ്റെപ്പുകൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലുള്ള ഓരോ സെക്ഷനിലും നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ സമയം 8 മണിയാകുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഏകദേശം 2-2.5 കിലോമീറ്ററോളം മുന്നിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. നല്ല തണുപ്പാണ് ഇവിടെ, പക്ഷേ വെതർ നല്ല ഓക്കെയാണ്. അപ്പോൾ ഈ ഇന്നത്തെ പ്രഭാതത്തിൽ ഈ ജബൽ ഹഫീത്ത് മല ഒന്ന് കയറാമെന്ന് തീരുമാനിച്ചു. പല വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ഇടുന്നതാണ്. V1 ടീം എല്ലാ വർഷവും ഉണ്ട്. ഇത് 13ാമത്തെ വർഷമാണ് V1 ടീം വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഇത് ഒരു വൻ വിജയമായതിനു ശേഷം UAE ഏറ്റവും ഉയരം കൂടിയ മലയായ ജബൽ ജെയ്സിലേക്ക് 25 കിലോമീറ്റർ ഉണ്ട് വാക്കത്തോൺ ഇവർ നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം. അതും സക്സസ്ഫുൾ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് കുഞ്ഞു പിള്ളേർ, ഫാമിലി എല്ലാവരും ഉണ്ട്. പ്രായം ഭേദമന്യാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ പല ആൾക്കാരെയും കവർ ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത്. പിന്നീട് ഓരോരോ ഫാമിലിയെയും നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ ചെന്നുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ ജബൽ ഹഫീത്ത് മലയിലേക്കുള്ള വാക്കത്തോണിൻ്റെ ഭാഗമായിട്ട് മല കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുവാനായിട്ട് ഞാനിത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഡോക്ടർ ഷാഹുൽ ഹമീദും നമ്മളോട് വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അൽവക്കാർ മെഡിക്കൽ സെൻ്ററിൻ്റെ ഉള്ള ഡോക്ടർ ഷാഹുൽ ഹമീദ് അതിനെ കാണാനിടയായത്. ഞങ്ങൾ ഇങ്ങനെ പല പരിപാടികൾക്കും കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഇന്ന് ഈ വാക്കത്തോൺ മൂലം ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് നീങ്ങി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ തീരെ കുഞ്ഞ് പിള്ളേർ തൊട്ട് ഈ വാക്കത്തോണിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 5.52 കിലോമീറ്ററും കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിലെത്താം. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ബോർഡ് കാണുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ എത്തിയില്ലോ എന്നുള്ളൊരു ഇതാണ്, ഫീലിംഗ് ആണ്. നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് ശരീരം വേർക്കത്തൊന്നുമില്ല. ക്ലൈമറ്റ് ഓക്കെയാണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നല്ല ഫോഗായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇച്ചിരി ലേറ്റായിട്ടാണ് തുടങ്ങിയത്. സാധാരണ 6 മണിക്കാണ് തുടങ്ങുക. ഇന്ന് ഏകദേശം 7 മണിയായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും തന്നെ 8 മണി ആകാറായിരുന്നു. അപ്പോഴത്തേക്കും ഇവർ മുന്നിൽ പോയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഒത്തിരി കാർ റേസിങ്ങും സൈക്ലിങ്ങും എല്ലാം കാണാൻ സാധിച്ചു. അതിനൂടെ കുറച്ച് പേര് ജോഗിങ് ചെയ്ത്, കുറച്ച് യൂറോപ്യൻസൊക്കെ ജോഗിങ് ചെയ്യുന്നു, റണ്ണിങ് ചെയ്യുന്നു, അങ്ങനെ സൈക്ലിങ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അതിനിടയിലാണ് ഈ 2 സുഹൃത്തുക്കളെ കാണാനിടയായത്. അവരും V1 ഭാഗമായിട്ട് തന്നെ നടന്നു കയറിയ ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ഗ്രാൻഡ് മെർക്കൂർ ഹോട്ടലിൻ്റെ ആ ഏരിയ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി വെറും ഏകദേശം 1 കിലോമീറ്റർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ജബൽ ഹഫീത്ത് മലയുടെ മുകളിലെത്തും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം V1കാർ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് ഭാഗമാകാം. അങ്ങനെ 0.00 എന്നുള്ള ജബലത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പോസ്റ്റിൻ്റെ, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ജബൽ ഹഫീത്ത് മല. നമ്മൾ അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കി. നമ്മൾ ഏകദേശം ഒരു 25 പീപ്പിളെ കവർ ചെയ്താണ് ഈ മലയുടെ മുകളിൽ. 2.5 മണിക്കൂർ താമസിച്ചാണ്, 1 മണിക്കൂറോളം നമ്മൾ താമസിച്ചാണ് തുടങ്ങിയെങ്കിലും നമ്മൾ എടുത്തത്. ഇപ്പോഴത്തേക്കും ഇവിടെ പോർഷെ കാറിൻ്റെ ഒരു വമ്പൻ നിര ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ 2-3 കാറുകളുടെ ഫോട്ടോസാണ് ഞാൻ, വീഡിയോസാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജബൽ ഹഫീത്ത് മലയുടെ മുകളിലെത്തി. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു 2 മണിക്കൂർ മിച്ചമെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലെത്താൻ വേണ്ടിയിട്ട്. സമയം 10:15. കുറച്ച് നിന്ന് വർത്താനൊക്കെ പറഞ്ഞാണ് പോകുന്നത്. 2 മണിക്കൂർ മിച്ചമെടുത്തു. ഏകദേശം 2.25 മണിക്കൂറോളം എടുത്തു നമുക്കിവിടെ മുകളിൽ വരെ എത്താൻ. ഞാൻ ഒറ്റയ്ക്ക് നടന്നുകൊണ്ടാണ്. പിന്നെ പതുക്കെ ഏകദേശം 16,646, അതായത്
ഏകദേശം എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയാണെങ്കിൽ ഏകദേശം 16,000 സ്റ്റെപ്സ് നമ്മൾ നടന്നാണ് ഈ മലയുടെ മുകളിൽ എത്തിയിട്ടുള്ളത്. 13 കിലോമീറ്ററാണ് ഗ്രീൻ മുബാസ പാർക്കിൽ നിന്ന് ഇതിന് മുകളിലേക്ക് എത്താനുള്ളത്. അതുപോലെ തന്നെ ഇത് 13ാം വർഷമാണ് V1കാർ നടത്തുന്നത്. ഇവർ ഇതിനിടയ്ക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പഴവും വെള്ളമൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലെത്തിയപ്പോഴാണ് എന്നെ അതിശയപ്പെടുത്തിയത്. ഏകദേശം ധാരാളം ആളുകൾ. ഞാൻ വിചാരിച്ചു ഇത്രയും ആളുകളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിചാരം ഇരുന്നത്. ഇവിടെ ഒരു വലിയ ജനാവലി തന്നെയുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന പരിപാടി തുടങ്ങി. ഇതാണ് നമ്മുടെ ബാനർ വെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സോഷ്യൽ സെൻ്ററുമായിട്ടും ചേർന്നാണ് V1കാർ ഈ വോക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ സെക്രട്ടറി ഇവിടെയുണ്ട്. അതുപോലെ V1ൻ്റെ ഫീമെയിൽ വിങ്ങിൻ്റെ പ്രസിഡൻ്റ് ഇവിടെയുണ്ട്. ധാരാളം ആളുകൾ ഫുഡ് കഴിക്കുന്നു, ക്യൂ നിൽക്കുന്നു. അതിനുശേഷം ഒരു ചെറിയ സമ്മാനദാനവും ഡോക്ടർ ഷാഹുൽ ഹമീദിൻ്റെ ഒരു ഹെൽത്ത് ടോക്കും ശേഷം എല്ലാവരും പിരിഞ്ഞു, ഫോട്ടോ എടുത്തു. എന്നിവയെ നല്ല ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ഓർഗനൈസ്ഡ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അടുത്ത വർഷങ്ങളിൽ കൂടാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു അഗെയിൻ. ബൈ ബൈ.